തുടക്കം മേടിച്ചപ്പോൾ തൊട്ട് ഇപ്പോഴാണ് വണ്ടി. കാരണം അതിന്റെ ഇടയ്ക്ക് പുള്ളി ഹോണ്ട സിറ്റി എടുത്തു, മക്കള് വലുതായപ്പോ വേറെ വണ്ടി എടുത്തു, ഇപ്പോഴും ആ വണ്ടി കൊടുത്തിട്ടില്ല, കൊടുക്കാണ്ട് വെച്ചിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. അത്രയും ചില ആളുകൾക്ക് അതിനോടൊരു നൊസ്റ്റാൾജിയ ഉണ്ട്. അത് ചില പിള്ളേരൊക്കെ ഈ അലോയ്സ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഓടിക്കുന്ന ലൊക്കേഷൻ, വണ്ടിയിലിരിക്കുന്ന ആളുകളുടെ എണ്ണം ഇതൊക്കെ അനുസരിച്ച്, പിന്നെ ഡ്രൈവിംഗ് സ്റ്റൈല് ഇതൊക്കെ അനുസരിച്ചായിരിക്കും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഓടിക്കാൻ പ്രത്യേകം അറിഞ്ഞില്ലെങ്കിൽ. ഈ വണ്ടിയാണ് കസ്റ്റമർ ഒത്തിരി യൂസ് ചെയ്തിട്ടില്ല, ഈ വണ്ടിയാണ് സിംഗിൾ ഓണർ. ZXA ഓട്ടോമാറ്റിക് ആണ്. ZXA എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ. ഇതിന് മേലൊരു ഓപ്ഷൻ ഇതുകൂടെ ഉണ്ട്, ഓപ്ഷനുകളുണ്ട്. ഒരു 85% ലോൺ ചെയ്തു. ഡ്യുവൽ ടോൺ ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും തൊടുപുഴയിലുള്ള ട്രൂ വാലിയിൽ വന്നിരിക്കുകയാണ്. ഇവിടെയുള്ള വാഹനങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. വെർസബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അൻസർ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്രസീലിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഒരു ബ്രസ കിടപ്പുണ്ട്, ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം. ഇത് 2022 മോഡൽ. 2022 മോഡൽ. എത്ര കിലോമീറ്റർ ഓടി? സിംഗിൾ ഓണർ വണ്ടിയാണ്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വില വരുന്നത് 9 ലക്ഷം രൂപ. 9 ലക്ഷം രൂപ അല്ലേ? നമുക്ക് എത്ര രൂപ ലോൺ കിട്ടും? നമുക്കൊരു 8 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 8 ലക്ഷം രൂപ. നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉള്ള സിബിലൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്കൊരു 8 ലക്ഷം രൂപ വരെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. ഇതിന് ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും? നിലവിൽ ഇതിന് ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മാരുതിയുടെ 1 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്, സർട്ടിഫൈഡ് വാഹനമാണ്. ഹിസ്റ്ററി, കംപ്ലീറ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇതുവരെ അതിന്റെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. ലിമിറ്റഡ് അത് ചുമ്മാ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണായിരിക്കും. വണ്ടി ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എക്സ്ട്രാ 2 റീൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ടോൺ ആണ്. ഡ്യുവൽ ടോൺ ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ചെയ്തേക്കുന്ന. അത് സാധാരണ ക്യാമറ ഒക്കെ വന്നിട്ടുണ്ട്. ക്യാമറ ചെയ്തിട്ടുണ്ട്, അത് ചെറിയ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വെച്ചെല്ലാം. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് നമുക്ക് ഇഗ്നിസ് ആണുള്ളത്. ഇത് മോഡൽ ഏതാ? ഇത് 2022 മോഡൽ ഇഗ്നിസ് സിഗ്മ സിംഗിൾ ഓണർ വണ്ടിയാണ്. 37,000 കിലോമീറ്റർ. ഇത് 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022. സെയിം ഇത് തന്നെയാണ്. സെയിം മാരുതിയുടെ കാറ്റഗറി. 1 ഇയർ വാറണ്ടി വരുന്ന വണ്ടി. 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. ഇതും നമുക്ക് ഏകദേശം ഒരു 5.5 ലക്ഷം രൂപ വില. 5 ലക്ഷം വില വരും. ഒരു 85% ലോൺ ചെയ്ത് കൊടുക്കാം. 4.25 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. ബാക്കിയെല്ലാം നമ്മുടെ ക്രൈറ്റീരിയ എല്ലാം പഴയതുപോലെ തന്നെ, സെയിം തന്നെ. 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് വരും. നിലവിൽ വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നല്ല വണ്ടി, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ കാണിക്കാൻ പോകുന്ന വണ്ടി വന്നിട്ട് മാരുതിയുടെ സെലറിയോ ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. 2017 സെലറിയോ. 2017. ZXA ഓട്ടോമാറ്റിക് ആണ്. ZXA എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ. ഇതിന് മേലൊരു ഓപ്ഷൻ ഇതുകൂടെ ഉണ്ട്, ഓപ്ഷനുകളുണ്ട് അല്ലേ? ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് 2017 സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. 50,000 കിലോമീറ്റർ. ഇത് മറ്റു വണ്ടികൾ പോലെ തന്നെ മാരുതിയുടെ സ്റ്റാൻഡേർഡ് ട്രൂ വാല്യൂ വാറണ്ടി, അതായത് 6 മാസം വാറണ്ടി വരുള്ളൂ. 6 മാസം വരുള്ളൂ. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് വരും. വില വരുന്നത് 4,65,000. 4,60,000 അല്ലേ? ഡൗൺ പേയ്മെന്റ് കാര്യങ്ങൾ? ഡൗൺ പേയ്മെന്റ് നമുക്ക് ഏകദേശം ഒരു 50,000 തൊട്ട് ആ ഒരു റേഞ്ച് അടച്ചാൽ മതി. ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ വേറെ നിലവിൽ ഇതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതും കംപ്ലീറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഗണാർ ആണുള്ളത്. ഈ വാഗണാർ ഇത് ഏതാ മോഡൽ? ഇത് ബിഗ് വാഗണാർ ആണ്. പുതിയത് വ്യത്യാസമുണ്ട്. 2023 മോഡല്. 23. അപ്പൊ പുതിയ വണ്ടി 2023 മോഡല്. ZXA പ്ലസ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. 900 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 900 കിലോമീറ്റർ. അപ്പൊ പുതിയ പോലെ തന്നെയുള്ള പുതിയ വണ്ടിയാണ്, കസ്റ്റമർ ഒത്തിരി യൂസ് ചെയ്തിട്ടില്ല. പുതിയ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. 7,30,000 ആണ് വില. 7,30,000 ആണ് വില വെക്കുന്നത് അല്ലേ? ഇതും സെയിം തന്നെ. 1 ഇയർ വാറണ്ടി വരും. 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. പിന്നെ നിലവിൽ വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. പുതിയ വണ്ടിയാണല്ലോ. അപ്പൊ ഇതിന് നിലവിൽ എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഇതിനും നമുക്കൊരു 90% വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 90% വരെ ചെയ്ത് കൊടുക്കാം. പുതിയ വണ്ടി ആയതുകൊണ്ടാണ്. 70,000 രൂപ ഡൗൺ പേയ്മെന്റ്. 70 to 80 ഇടയിൽ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പം 2023 വെറും 900 കിലോമീറ്റർ ഓടിയ വണ്ടി വാഗണാർ ZXA പ്ലസ് ഓട്ടോമാറ്റിക്. 7,30,000 അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ i10 ആണ്. ഹുണ്ടായുടെ i10. ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2012 i10 സ്പോർട്സ് ആണ്. സ്പോർട്സ് വേരിയന്റ് വരുന്നത്. ബാക്ക് വൈപ്പർ, അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
സിംഗിൾ ഓണർ വണ്ടിയാണ്. ആ. 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 56,000 കിലോമീറ്റർ നിലവിൽ അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ് വണ്ടി. വേറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും നിലവിൽ ഇനി പെൻഡിങ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇതിന്റെ വില വരുന്നത് ഇതിന് വില വരുന്നത് 2,60,000. 2,60,000 രൂപ വരും അല്ലേ? മോഡൽ 2012 സിംഗിൾ ഓണർ സ്പോർട്സ് വേരിയന്റ് 2,60,000 രൂപ. ഓക്കെ, ഇതിന്റെ നമുക്ക് ലോണിന്റെ ഫെസിലിറ്റി ഇത് നമുക്ക് ലോൺ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 70% ഒക്കെ നമുക്ക് ലോൺ ചെയ്യാം. 70%? 70%. ഏകദേശം ഒരു 1,80,000 വരെയൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. വേറെ കൂട്ടി ചെയ്യാം, നോക്കാം. വണ്ടി പെർഫെക്റ്റ് ആണല്ലോ അല്ലേ? വണ്ടി പെർഫെക്റ്റ് ആണ്. സിംഗിൾ ഓണർ വണ്ടി 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിന്റെ ക്വാളിറ്റി ഉണ്ട് വണ്ടി കാണുമ്പോൾ ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്തുണ്ടിലേക്ക് പോകാം. അടുത്തത് ആൾട്ടോ ആണ്. ഓൾട്ടോ അത്യാവശ്യം എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ് അല്ലേ? 2011 മോഡൽ കേട്ടനാണ്. സെക്കൻഡ് ഓണർ വണ്ടി. 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 94 ഓടിയിട്ടുണ്ട്. നിലവിൽ വേറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും 1,00,000 സർവീസ് ഒക്കെ കഴിഞ്ഞാണോ? ഇല്ല, അതാവുന്നുള്ളൂ. വണ്ടികൾക്ക് അങ്ങനെ ആ ഒരു ഇത് വരുന്നില്ല. 1,00,000 നിലവിൽ വേറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് എത്ര രൂപ ചോദിക്കണേ? ഇതിന് നമുക്ക് വില വരുന്നത് 1,60,000. 1,60,000 അതല്ലേ? അപ്പൊ ഇതിന് റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും, അതായത് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ബാക്ക് ഡിക്കി ഡോർ റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതല്ലേ? ഗ്ലാസ് മാറിയിട്ടില്ല, ഡിക്കി ഡോർ മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ, വേറെ ആക്സിഡന്റ് ഒന്നും അല്ല, ചെറിയ ആക്സിഡന്റ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നും വേറെ അപാകത കാര്യങ്ങളൊന്നുമില്ല. വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി അല്ലേ? ടയറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇതിന് നമുക്ക് ലോൺ ചെയ്യാം. ഏകദേശം ഒരു 1,10 വരെയൊക്കെ ലോൺ ചെയ്യാം. 1,10,000 രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 2 വർഷം വരെയൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു 40,000 രൂപ ഉണ്ടെങ്കിൽ 40-50 ആ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് പോവാം അല്ലേ? അതിലും കുറഞ്ഞ റേറ്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടി വേറെ ഉണ്ട്. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് സെലറിയോ തന്നെയാണ്. അതുമായിട്ട് വ്യത്യാസം ഉണ്ടല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണോ? ഇതും സെയിം വണ്ടി തന്നെ. ഓട്ടോമാറ്റിക് ആണ്. 2015 ആണ് മോഡൽ. ഇത് 2015 2017 ഇത് 2015 ആണ്. സെക്കൻഡ് ഓണർ വണ്ടി. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര രൂപയാണ് ചോദിക്കണേ? ഇതിന്റെ വില വരുന്നത് 4,15. 4,15. ഈ സെലറിയോക്ക് അത്യാവശ്യം എൻക്വയറി ഉള്ളൊരു മോഡൽ ഉള്ളതാണ്. ഈ വിലയും ഇച്ചിരി കൂടുതലാന്ന് തോന്നുന്നു അല്ലേ? വാഗണാറിന്റെ ആ ഒരു റേഞ്ചില് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിനൊക്കെ ഭയങ്കര എപ്പോഴും ചോദിക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ ഓട്ടോമാറ്റിക് ആണ് വിറ്റ് പോകുന്നത്. സെലറി ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. വലിയ കംപ്ലൈന്റും കുറവാണല്ലോ? ഇല്ല. K സീരീസ് 1 ലിറ്റർ എഞ്ചിനാണ്. വേറെ നിലവിൽ ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണിച്ചാത്തൊരു വണ്ടിയാണ്. ഇതിന് എത്ര രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കാം? ഇതും ഏകദേശം ഒരു 50 രൂപ താഴെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, വേറെ പ്രത്യേകിച്ച് മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ നിലവിൽ ഒന്നുമില്ല. 1 വർഷം വാറണ്ടി വരുന്നുണ്ട്. എഞ്ചിന്, ഗിയർ ബോക്സ്, AC, കംപ്രസർ ഒക്കെ ഒരു 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. വേറെ പേടിക്കാൻ എടുത്തുകൊണ്ട് പോകുന്ന ഒരു വാഹനമാണ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അപ്പൊ അടുത്ത് നമ്മുടെ കയ്യിലുള്ളത് വാഗണാർ ആണ്. പഴയ മോഡല്. ഇത് ഏതാ മോഡൽ? ഇത് 2016 മോഡൽ വാഗണാർ VX ഓട്ടോമാറ്റിക് ആണ്. 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു വണ്ടിയാണ്. ഇതും നിലവിൽ വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഇതും 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. എഞ്ചിന്, ഗിയർ ബോക്സ്, AC, ഇലക്ട്രിക്കൽ പാർട്സ് ഒക്കെ ആയിട്ട് 1 ഇയർ വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് വില വരുന്നത്? ഇതിന് വില വരുന്നത് 4.5 ലക്ഷം രൂപ. 4.5 ലക്ഷം രൂപ അല്ലേ? അപ്പൊ നമുക്ക് സെലറിയോടെ ഏകദേശം അതേ ഏകദേശം ഒരു വില വരും. സെലറിയേക്കാളും കുറച്ച് കൂടുതലാണല്ലോ ഉള്ളൂ. വാഗണാർ ഇച്ചിരി കൂടെ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പ്രായമുള്ള ആൾക്കാർക്കും അങ്ങനെയൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ വലിപ്പമുണ്ട് വണ്ടി. എല്ലാ പ്രായത്തിലും വിട്ടവർക്ക് പറ്റിയ വണ്ടിയാണ്. പിന്നെ സെലറിയോ VX ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. ഓട്ടോമാറ്റിക് മൈലേജ് എന്തോരം കാണും? ഓട്ടോമാറ്റിക് എന്തെങ്കിലും ഒരു 18 കിലോമീറ്റർ ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. 16 to 18 കിട്ടുമല്ലേ? വലിയ വ്യത്യാസം വരുന്നില്ല. മാനുവലായിട്ട് AMT ഗിയർ ബോക്സ് അല്ലേ വരുന്നത്. അപ്പൊ അത്ര വലിയ വ്യത്യാസം വരാൻ ചാൻസ്. സെലറി കുറച്ചുകൂടി കൂടുതൽ മൈലേജ് കാണുമായിരിക്കും. സെലറി ഒരു 1-2 ഒക്കെ വ്യത്യാസം വരും. നമ്മൾ ഓടിക്കുന്ന ലൊക്കേഷൻ, വണ്ടിയിൽ ഇരിക്കുന്ന ആളുകളുടെ എണ്ണം, ഇതൊക്കെ അനുസരിച്ച്, പിന്നെ ഡ്രൈവിംഗ് സ്റ്റൈല്, ഇതൊക്കെ അനുസരിച്ചായിരിക്കും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഓടിക്കാൻ പ്രത്യേകം അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ മൈലേജ് കുറയും. AMT വലിയൊരു വ്യത്യാസം വരില്ല. എന്നാലും പിന്നെ ഒരു 1-2 ആഴ്ച കൊണ്ടൊക്കെ നമ്മൾ ഓടിച്ച അതുമായിട്ടങ്ങ് റെഡി ആവുന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇതിന് നിലവിൽ റീപ്ലേസ്മെന്റ് ഓക്കെയാണ്. ടയറും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ടയർ ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്.
അടുത്തതൊരു ലെജൻഡറി വാഹനമാണ് അല്ലെ, മാരുതി 800. ഇപ്പൊ കൂടുതൽ ആവശ്യക്കാരുള്ളൊരു, അതെ അതെ, ഓടിക്കാൻ പഠിക്കാനും ഒക്കെ ആയിട്ടും പിന്നെ സ്പെയർ യൂസ് ആയിട്ടൊക്കെ അതെ അതെ കുറച്ച് കൂടുതൽ ഇപ്പൊ എൻക്വയറി വരുന്നൊരു സാധനമാണ്. അതെ അതെ. ഇത് ഏതാ മോഡല്? ഇത് 2010 മോഡല് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 65,000 കിലോമീറ്റർ, മീറ്ററിൽ 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഗ്ലാസ് പൊട്ടിയിരിക്കുന്നുണ്ട് ചെറുതായിട്ടല്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ട്. ഇത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. മാറി കൊടുക്കുമോ? അതെയോ? ഇല്ല, മാറി കൊടുക്കണമെങ്കിൽ കൊടുക്കും. അതെ, ഇല്ല, മാറി കൊടുക്കണേ നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ കസ്റ്റമർ തന്നെ മാറിക്കണം. ഇതിന്റെ വില ഇതിന്റെ വില നമുക്ക് 90 രൂപയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതെ, അല്ല ഈ ഗ്ലാസിന്റെ ഒക്കെ ഇത് കുറച്ചിട്ടല്ലേ? നമുക്ക് എക്സ്ചേഞ്ച് വന്നൊരു വാഹനമാണ്, അപ്പം അതിന്റെ റേറ്റ് നമുക്ക് കുറച്ചോ എങ്ങനെയും കൊടുക്കാം. 90 അത്രയും രൂപ ഇതിന് വരും അല്ലേ? 2010 മോഡലുണ്ട്. 2014 വരെ എന്തോ ഈ വാഹനം ഇറങ്ങിയിട്ടുണ്ട്. 2010-11 അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട്. BFA ആണ്, AC വരുന്നുണ്ട്. അത്യാവശ്യം ഡിമാൻഡ് ഉള്ളതുകൊണ്ട്. അതെ അതെ, അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. അതുകൊണ്ടായിരിക്കും വില, അങ്ങനെ പറയാം. അതെ, ശരിക്കും പറഞ്ഞാൽ മാരുതി 800 ഇപ്പൊ ശരിക്കും നല്ല ഡിമാൻഡുള്ള വണ്ടിയല്ലേ. ഒത്തിരി പേര് ആവശ്യക്കാരുള്ള. നമ്മുടെ ഒരു പരിചയക്കാരൻ്റെ അടുത്ത് ഒരു വണ്ടി എടുപ്പുണ്ട്. പുള്ളി തുടക്കം മേടിച്ചപ്പോ തൊട്ട് ഇപ്പോഴാ വണ്ടി. കാരണം അതിന്റെ ഇടയ്ക്ക് പുള്ളി ഹോണ്ട സിറ്റി എടുത്തു, മക്കള് വലുതായപ്പോ വേറെ വണ്ടി എടുത്തു. എപ്പോഴും ആ വണ്ടി കൊടുത്തിട്ടില്ല, കൊടുക്കാണ്ട് വെച്ചിട്ടുണ്ട്. 800 കൊടുത്തിട്ടില്ല. അത്രയും ചില ആളുകൾക്ക് അതിനോടൊരു നൊസ്റ്റാൾജിയ ഉണ്ട്. അത് ചില പിള്ളേരൊക്കെ ഈ അലോയ്സ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ വർക്ക് ഒക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് കൊണ്ടിരിക്കുന്ന വണ്ടികളുണ്ട്. അത് ഏറ്റവും പഴയ മോഡല് കൂടുതലും ഒരു 88 മറ്റു വേറെ ഷേപ്പുള്ള SS80 എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അത് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു വണ്ടിയാണ് SS80. ഇതിന്റെ ആദ്യത്തെ മോഡൽ ഏറ്റവും. പിന്നെ അതിന്റെ 93-94 ഇറങ്ങിയ വണ്ടികൾക്കും അത്യാവശ്യം നല്ല മാർക്കറ്റുണ്ട്. പിന്നെ ഉപയോഗിക്കാൻ നല്ലത് എപ്പോഴും MBFI തന്നെയാണ്. 2004 ശേഷമുള്ള വണ്ടികൾ, കാർബറേറ്റർ വണ്ടികൾ പാടാണ്. ഓടിക്കാൻ പഠിക്കാനും വീട്ടിലെ രണ്ടാമത്തെ വാഹനമായിട്ടും ടൗൺ യൂസിനൊക്കെ ബെറ്റർ ആണ്. ഡെയിലി യൂസിന് സുഖമാണ്, ഒരു കുഴപ്പമില്ല. അതെ അതെ, 20 കിലോമീറ്റർ മേളിൽ മൈലേജ്. അതുപോലെ ഏത് സ്ഥലത്തും കയറി പൊക്കോളും ചെയ്യും. അതെ അതെ, മറ്റേ വലിയ വണ്ടി കൊണ്ടുപോകാനേക്കാളും അല്ല, വലിയ മുതൽ മുടക്കില്ലല്ലോ, മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അല്ല, ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴേ ചില ഓഫ് റോഡ് സ്ഥലങ്ങള് മറ്റു വണ്ടികൾ, വലിയ വണ്ടികൾ പോകാത്തടത്തൂടെ ഇത് കയറി വെയിറ്റ് കുറവായതുകൊണ്ട് സുഖമാണ് വണ്ടി. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത് നമുക്കുള്ളത് പറഞ്ഞാൽ വാഗണാർ തന്നെയാണ്. ഇത് ഏതാ? ഇത് 2018 മോഡൽ. ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡല്, സിംഗിൾ ഓണർ വണ്ടിയാണ്. VXA ഓട്ടോമാറ്റിക് ആണ്. 30,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. വേറെ ഓട്ടോമാറ്റിക് ആണല്ലോ നമ്മൾ നേരത്തെ കണ്ട അല്ലെ? ഓട്ടോമാറ്റിക് കൂടുതലാണ്. ഒരു 3-4 വണ്ടി നമുക്ക് ഇപ്പൊ ഓട്ടോമാറ്റിക് ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇതിന് വില വരുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ. 2018 വണ്ടി, സിംഗിൾ ഓണർ, VXA, 30,000 കിലോമീറ്റർ. മറ്റേ നമ്മള് 46,000 പറഞ്ഞത് 4.5 ലക്ഷം അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. ബാക്കി എന്തെങ്കിലും റീപ്ലേസ്മെന്റോ? ഇല്ലില്ല, ഇത് നമ്മൾ കസ്റ്റമർ അതിന് എടുത്ത കണ്ടീഷനാണ്. പിന്നെ ഇതിന്റെ റീഫർബിഷ്മെന്റ് വരും. ഇത് പോളിഷ് ചെയ്യാനുണ്ട്, മെക്കാനിക്കൽ വർക്ക് ചെയ്യാനുണ്ട്, പെയിന്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പെയിന്റ് ചെയ്യേണ്ടി വരും. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടേ വണ്ടി കൊടുക്കത്തുള്ളൂ. ഇതും മാരുതിയുടെ 6 മാസം വാറണ്ടി വരും. 3 ഫ്രീ സർവീസ് ഒക്കെ വരുന്ന വണ്ടി തന്നെയാണ്. ടയറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. 30 കിലോമീറ്റർ കംപ്ലീറ്റ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് വന്നിട്ടുള്ളതും ഓൾട്ടോയാണ്. ഇത് ഓൾട്ടോ 800cc വണ്ടിയാണ്. ഇത് ഓൾട്ടോ 800 ആണ്. അതിന്റെ സെക്കൻഡ് ജനറേഷൻ വണ്ടിയാണ്. 2016 തുടക്കം മുതൽ ചെറിയ വ്യത്യാസമുണ്ട്. വണ്ടി ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിയാണ്. ഇത് 2017 മോഡൽ. ഇത് എത്ര രൂപ ചോദിക്കണേ? ഇതിന് വില വരുന്നത് 295 അല്ലേ? എത്ര കിലോമീറ്റർ ഓടി? ഇത് 45,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. 45,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഓടി വണ്ടിയാണ്. 2017 VXA ആണ് വണ്ടി. ഇതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും? ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നമ്മള് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എടുത്തൊരു കണ്ടീഷൻ ആണ്. ഇത് റീഫർബിഷ്മെന്റ് വരും. പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതിനും മെക്കാനിക്കലൊക്കെ ചെയ്യാനുള്ളതാണ്. ടയർ ഫ്രണ്ടിലത്തെ കുറവാണ്. അപ്പം തീരെ കുറവാണ്, മാറാനുള്ളതൊക്കെ ഉണ്ട്. അതല്ലേ? ക്ലിയർ ചെയ്തിട്ടായിരിക്കും കൊടുക്കും. വർക്കെല്ലാം ചെയ്തിട്ട് കസ്റ്റമർ കൊടുക്കുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതും നമുക്ക് ഒരു ഓൾട്ടോ തന്നെയാണ് വന്നിട്ടുള്ളത്. ഏകദേശം സെയിം കളറാണ് അല്ലേ? സെയിം കളർ. ഇത് ഏതാ മോഡൽ? ഇത് 2019 വണ്ടി. 2019. ഓക്കെ. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 44,000 കിലോമീറ്റർ. ഇത് എത്ര ചോദിക്കുന്നത്? ഇതിന് 3.25 ലക്ഷം രൂപയാണ്. 3.25 ലക്ഷം രൂപ ചോദിക്കുന്നു. 3.25 വരും. ഇത് ഏകദേശം
ഒരു 50 രൂപ താഴെയൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ കണ്ട വണ്ടികളെല്ലാം തന്നെ ഏകദേശം 50 രൂപ, ഏകദേശം ഒരു 50 രൂപ 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഓക്കെ. ഇതിന്റെ വാറണ്ടിയും അതുപോലെ റീപ്ലേസ്മെന്റും അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഇതിന് മാരുതിയുടെ സ്റ്റാൻഡേർഡ് ട്രൂ വാല്യൂ വാറണ്ടി വരുന്ന വണ്ടിയാണ്. 6 മാസം വാറണ്ടി വരും, 3 ഫ്രീ സർവീസും കൂടെ വരും. പിന്നെ ഇതിന് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല, കണ്ടീഷൻ ആണ്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടയറിന്റെ ഫ്രണ്ടിൽ ടയർ കുറവാണ്. ഇതും റീഫർബിഷ്മെന്റ് ചെയ്യാനുള്ള വണ്ടിയാണ്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ അതെല്ലാം ക്ലിയർ ആക്കിയിട്ടായിരിക്കും എല്ലാം നമ്മൾ അത്യാവശ്യം ഒരു 95% റീഫർബിഷ്മെന്റ് ചെയ്ത് വണ്ടി ക്ലിയർ ആക്കിയതിനു ശേഷം കസ്റ്റമർക്ക് വണ്ടി കൊടുക്കും. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് നമുക്കുള്ളത് ഇയോൺ ആണ്. ഹുണ്ടായുടെ ഇയോൺ. ഹുണ്ടായുടെ നമ്മളൊരു ഐട്ടൺ കണ്ടായിരുന്നു, വീണ്ടും രണ്ടാമതൊരു ഇയോൺ വന്നിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് ഇത് 2017 മോഡൽ ഇയോൺ എറാ പ്ലസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഒരു വണ്ടിയാണ്. 60,000 കിലോമീറ്ററോളം ഏകദേശം ഓടിയിട്ടുണ്ട്. ഇത് നിലവിൽ വർക്കെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. 1 വർഷം വാറണ്ടി വരുന്നുണ്ട്. എഞ്ചിന്റെ ഗിയർ ബോക്സ് AC ഒക്കെ 1 ഇയർ വാറണ്ടി വരും. ഇതിന്റെ വില വരുന്നത് 2,40,000. 2,40,000 രൂപ അല്ലേ? ഇതിനും നമ്മൾ 50 രൂപ താഴെ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഇത് ഏകദേശം ഒരു 50,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാൻ പറ്റും. ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ഏകദേശം ഒരു 5 വർഷത്തിന് ലോൺ ചെയ്യുവാണെങ്കിൽ ഒരു 5,000 രൂപ താഴെയൊക്കെയാണ് മാസം അടവ് വരും. ഏകദേശം ഒരു ബൈക്കിന്റെ EMI ഒക്കെ മന്ത്ലി വരത്തുള്ളൂ. നോർമൽ രീതിയിൽ അത്യാവശ്യം ആരാധകരുള്ളൊരു വണ്ടി കേട്ടോ. മോഡിഫൈ ചെയ്യാനും പിന്നെ അത്യാവശ്യം ക്യൂട്ടാണ്, അത്യാവശ്യം നല്ല സ്മൂത്താ വണ്ടി. പിന്നെ അടി തട്ടുന്ന ഒരു കേസുണ്ട്. അത് ഹുണ്ടായുടെ ഏകദേശം എല്ലാ വണ്ടികൾക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂ ഉണ്ട്. പക്ഷെ വണ്ടി നല്ല സുഖമാണ് യാത്ര. നമ്മള് ആൾട്ടോ ഇതിനെ വെച്ച് നോക്കുമ്പോഴത്തേനും യാത്രാസുഖം അടിപൊളിയാ. ഓൾട്ടോനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള വണ്ടിയാണ്. ചിലർക്ക് മാരുതിയാണ് കൂടുതൽ ഇഷ്ടം, ചിലർക്ക് എന്താ ചെയ്യണം. എന്തായാലും 800cc ഇവർ രണ്ടുപേരുമാണ് മെച്ചം. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തതും ആൾട്ടോ കേട്ടനാണ് അല്ലെ? ഓൾഡ് മോഡൽ കേട്ടനാണ്. ഓൾഡ് മോഡൽ കേട്ടൻ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു കളറാന്ന് തോന്നുന്നത് അല്ലേ? സൺലൈറ്റ് കോപ്പർ. ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇത് 2013 മോഡൽ ഓൾട്ടോ കേട്ടൻ DXA ആണ്. സിംഗിൾ ഓണർ വണ്ടി. 71,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. നിലവില് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. നിലവിലൊരു 80% നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് വില വരുന്നത് എങ്ങനെ? ഇതിന്റെ വില ഭാഗം വരുന്നത് 2,30,000. 2,30,000 വില വരും. 70% നമുക്ക് ലോൺ ചെയ്യാം. 70-80% വരെ നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ. ഇതിന് മറ്റേ നമ്മുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇതിന് നമുക്ക് വാറണ്ടി വരത്തില്ല. ഒരു 2016 മുകളിലോട്ടുള്ള വണ്ടി, 9 വർഷത്തിൽ താഴെയുള്ള വാഹനങ്ങളാണ് നമുക്ക് വാറണ്ടി കാര്യങ്ങൾ. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. അപ്പൊ അതായത് വാറണ്ടി ഇത്ര ഓൾഡ് മോഡലിൽ നമുക്ക് വാറണ്ടി ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇതും റീഫർബിഷ്മെന്റ് ചെയ്യാനുള്ളതാണ്. ഈ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ക്ലിയർ ചെയ്തതിനു ശേഷം നമ്മൾ വണ്ടി കൊടുക്കത്തുള്ളൂ. എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്, അതൊക്കെ റിമൂവ് ചെയ്ത് കളയും. വണ്ടി ഏകദേശം നമ്മളൊരു പുതിയ വണ്ടി പോലെയൊക്കെ ആക്കും. അതല്ലേ? ആയിക്കോട്ടെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തതും നമുക്ക് ആൾട്ടോ ആണ്. ഇത് ഇച്ചിരി മോഡൽ കൂടിയ വണ്ടിയാന്ന് തോന്നുന്നു. ഇത് 2022 മോഡൽ. 2022 അല്ലേ? 2022 ഓൾട്ടോ 800 LXA ആണിത്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 26 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിലവിൽ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ചോദിക്കുന്ന വില എത്രയാ? ഇതിന് നമ്മൾ 385 ആണ് ചോദിക്കുന്നത്. 385 അല്ലേ? അപ്പൊ ആൾട്ടോ ഇയോൺ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ആൾട്ടോയ്ക്ക് തന്നെയല്ലേ റേറ്റ്? അത് ഇപ്പം വണ്ടി പ്രൊഡക്ഷൻ നിർത്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഒരു ഇച്ചിരി കൂടെ ഡിമാൻഡ് കൂടിയിട്ടുണ്ടെന്ന്. ആദ്യം മാരുതിയുടെ ഒരു എൻട്രി ലെവൽ വണ്ടി ആയിരുന്നു ഇത്. പിന്നെ ഇപ്പൊ അത്യാവശ്യം എൻക്വയറീസ് കൂടുതലുണ്ടല്ലേ? മോഡൽ കൂടിയ ഓൾട്ടോ 800 ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഇത് ആ സെയിം കളർ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? ഗ്രേ ആണ് ഇവിടെ നിലവിൽ സ്റ്റോക്കുള്ളത്. വേറെ കളേഴ്സ് ഉണ്ട്, നമുക്ക് വേറെ ഷോറൂംസിൽ വണ്ടി അവൈലബിൾ ആണ്. ഓക്കെ. ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ്. ഇത് നിലവിൽ വർക്കെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി വരും. മാരുതിയുടെ ഡയറക്റ്റ് വാറണ്ടി വരുന്നത് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. ഒരു പുതിയ വണ്ടി എങ്ങനെയാണോ എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടി. ഓക്കെ, ആയിക്കോട്ടെ. ഇതിന്റെ നമുക്ക് ഡൗൺ പേയ്മെന്റ് കാര്യങ്ങൾ ഇത് ഏകദേശം ഒരു 60,000 രൂപ, 50,000 രൂപ താഴെ മതി ഇതിനും. ഓക്കെ. ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് നമുക്ക് വീണ്ടും ഇയോൺ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ കിടക്കുന്ന ആൾട്ടോയുടെ അതേ സെയിം കളർ അല്ലേ? സെയിം കളർ. ഇയോൺ എറാ പ്ലസ് ആണ്. നമ്മൾ അവിടെ കണ്ടത് എറാ പ്ലസ് ആണല്ലോ. അത് എറാ പ്ലസ് ആണ്. ഇതിന് 2017 മോഡൽ തന്നെ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. 4 ടയറും പുതിയതാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയൊക്കെ അത്യാവശ്യം നല്ല അലോയാന്ന് തോന്നുന്നു. നല്ല അലോയ്സ് ആണ്. നല്ല വൃത്തിക്കാണ് മോഡിഫൈ ചെയ്തേക്കുന്നത്.
അലോയ്സ് ചെയ്തിട്ടുണ്ട്. ബാക്കി സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയായി ചെയ്തേക്കുന്ന ഒരു വാഹനമാണ്. ഇതിന് എത്ര രൂപ ചോദിക്കണേ? ഇതിന് നമുക്ക് 2,45,000 രൂപയാണ് ചോദിക്കുന്നത്. 2,40,000. ഓക്കെ. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയല്ലേ ഡൗൺ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ? ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 50 രൂപ താഴെ അടച്ചാൽ മതി. ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 1 വർഷം വാറണ്ടി വരുന്ന വണ്ടിയാണ്. എഞ്ചിന്, ഗിയർ ബോക്സ്, AC, കംപ്രസർ എല്ലാം നമുക്കൊരു 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ഇതും റീഫർബിഷ്മെന്റ് ചെയ്തിട്ടില്ല, ചെയ്താണ് നമ്മൾ കൊടുക്കുകയുള്ളൂ. പെർഫെക്റ്റ് ആക്കാനുള്ള കുറച്ചും കൂടി അതൊക്കെ റിമൂവ് ചെയ്ത് കളയും. അത് കസ്റ്റമർ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. കമ്പനി ഗ്രില്ലിന്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ റിമൂവ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും. ഓക്കെ. ടയറൊക്കെ ഓക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.